ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിന്നൂസ് ചാനൽ. നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ, റാഹത്തല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം സുഖമാണ് കേട്ടോ. ഇന്ന് ഞാൻ അടുക്കളയിലേക്ക് വരാൻ ഇത്തിരി വൈകി കേട്ടോ. നേരം നല്ലോണം വെളുത്തിക്കുന്നത്. വേഗം വന്ന് ഞാൻ തേങ്ങ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പൊട്ടിച്ച് അതിൻ്റെ വെള്ളവും കുടിക്കുക കേട്ടോ. വെറും പറ്റ് തേങ്ങാവെള്ളമാണ് കുടിക്കുന്നത്. സാധാരണ സുബേസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങാൻ മെനക്കെടയില്ല. ഇന്ന് എന്തോ ഉറക്കം നോക്കിയിട്ട് കിടന്നുറങ്ങിട്ടോ. ഇങ്ങനെ 7 മണിക്കാണ് എണീച്ചത്. പിന്നെ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞ് പിന്നെ അടുക്കളയ്ക്ക് കയറിയാണ്. പുട്ടിന് അരി പുതിർത്തി വെച്ചിട്ടോ രാത്രി. ഇത് മൂടരിയാണ് കേട്ടോ, ചോറൊക്കെ റേഷൻ അരിയാണ്. അത് പുതിർത്തി രാത്രി വെള്ളത്തിൽ ഇട്ടേച്ചിന് കേയിങ്ങാൻ. പിന്നെ രാവിലെ എണീച്ച് വന്നിങ്ങനെ മിക്സിയിട്ട് പൊടിച്ച് വെച്ചതാണ്. ഇത് പൊടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. അതുപോലെ സുബേസ്കാരം കഴിഞ്ഞ് ഞാൻ നേരം വെളുക്കുന്നതിന് കിടന്നുറങ്ങരുതെന്ന് പറയില്ലേ, അത് ഓർമ്മല്ലായിട്ടൊന്നല്ല കേട്ടോ. പ്ലീസ് സമ്മതിക്കായിട്ട് കിടന്നു പോയത്. അങ്ങനെ ഉറങ്ങിപ്പോയി. ഇതൊക്കെ നമ്മൾ മൂടേരി പൊടിച്ചെങ്ങാനും പുട്ട് ചുട്ട് അടിപൊളി പുട്ടായില്ല. നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ. ഇതിന് കറിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ചെറുപയറിൻ്റെ കറിയൊക്കെ ഉണ്ടായി കേട്ടോ. ഞാനെപ്പോഴും പറയലുണ്ടല്ലേ, നല്ല ചൂടുള്ള ചായയും പിട്ടും മതിക്ക് വെള്ളം അറിയാൻ. എന്നും ഞാൻ അങ്ങനെ തന്നെ കേട്ടോ. നല്ല ചൂടോടെ ചായ ഇങ്ങോട്ട് പറഞ്ഞ് പിട്ടും തന്നതാണ് കേട്ടോ. ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി പുതിർത്തി കേട്ടോ. ഒരു കഷ്ണം പിട്ടുള്ള പൊടിയും കൂടി ബാക്കിയുണ്ടേനി. ഇതെങ്ങനെ ഉണ്ട് നോക്കി, മേകുതിരി അടിപൊളിയല്ലേ. ഇത് ബേർട്ടിമ്മലാണ് കേട്ടോ. ഇത് ഞാൻ വരുമ്പം കൊണ്ടുവന്നതതിനെ. എന്താ സ്വിച്ച് ഓണാക്കി ഓഫാക്കി ഇത് കത്തുകയും ചെയ്യും, കെടുകയൊക്കെ ചെയ്യും. പിന്നെ മക്കളെ, നമ്മൾ ഒമാനിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ യൂട്യൂബിൽ ഇട്ടില്ലാനുള്ള പരാതി ഉണ്ടായിരുന്നു കേട്ടോ. ആ പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടി പൊട്ടിക്കുന്നത് ഇട്ടില്ലെങ്കിലും പെട്ടി പൊട്ടിച്ചുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തിടാമല്ലോ വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. പിന്നെ പെട്ടി പൊട്ടിയ സാധനമൊന്നും ഞാൻ എടുത്ത് വെച്ചില്ല. പെട്ടി തന്നെ അവിടെ അമർത്തി അവിടെ വെച്ച് എന്നല്ലാണ്ട്. അൾമാരയ്ക്ക് വെക്കണേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അൾമാരൊക്കെ പൊടി തട്ടി എടുക്കാണ്ടായിരുന്നു. മുന്നൂൻ്റെ അൾമാരാണെങ്കിൽ അതും നന്നാക്കി എടുക്കാണ്ടായിരുന്നു. ഓള സാധനങ്ങളൊന്നും അതിലൊക്കെ വെച്ചില്ല. ഒരു സാധനം എടുക്കുകയും വെക്കുകയും ചെയ്യാണ്ടൊക്കെ പെട്ടി തന്നെ അവിടെ അമർത്തി വെച്ചേന് കേട്ടോ. ഞാൻ നാട്ടിൽ വന്നിട്ട് പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ കാത്ത് കുത്തിരിക്കുന്ന എത്ര ആൾക്കാരുണ്ടായി കേട്ടോ. എന്നോട് പറയുന്നത് ഇത് കിട്ടും. ഞാൻ പെട്ടി കെട്ടുമ്പോൾ പിന്നെ വീഡിയോ എടുത്തോണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് പൊട്ടിക്കുമ്പോഴുള്ള വീഡിയോ എടുത്ത് വിടണേ. ഞാൻ പറഞ്ഞു ഓക്കെ ഇൻഷാ അല്ലാ ഞാൻ വിടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്താ അറിയുമോ, ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ വെച്ചിട്ടാണ് അന്നപ്പോൾ രാത്രി കുറേ സമയം കഴിഞ്ഞിരിക്കുന്നത് പെട്ടി പൊട്ടിക്കുമ്പോൾ. പിന്നെ ഉറക്കിൻ്റെ അമ്മയിൽ ഒരു മൂടില്ലായി. പിന്നെ ആണെങ്കിലോ മക്കളൊക്കെ ഉണ്ട്, ഇടേ എടുക്കുകയും ചെയ്യാണ്ട് നല്ലോണം തലയിലിട്ടില്ല, പകുതിയിട്ടും പകുതിയിടാത്തൊക്കെ ഉണ്ടേ. അന്നപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ കുടുങ്ങിയിരിക്കുകയാണ് ഒരു ഇടുങ്ങാറ. പിന്നെ ആണെങ്കിലോ കൊണ്ടുവന്ന പെട്ടിയൊക്കെ ഒരാത്തിട്ടാണ് പൊട്ടിക്കുന്നത്. പഴയതായിട്ടും പുതിയതായിട്ടും ഒക്കെ ഉണ്ട് സാധനം. അതെല്ലാം കൂടി കാണിച്ചു തരാനുള്ള നാണക്കേടുകൊണ്ടാട്ടോ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ എടുക്കാണ്ടെന്ന്. ഞാൻ മുത്തുമാണ് കുറേ പഴയ ഡ്രസ്സൊക്കെ ആട്ട് കൊണ്ടുപോയത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതുകൊണ്ട് ഞങ്ങളതൊക്കെ തന്നെ ഉണ്ട്. പഴയത് കുറേ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. എൻ്റെ കുറേ ആൾക്ക് കെട്ടി വെച്ചിട്ടുണ്ട് പാത്രങ്ങളൊക്കെ. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടൂലേ. വലിയ ഉമ്മയും മോളും മക്കളൊക്കെ ഗൾഫിൽ പോയി നിന്നിട്ട് എന്തേത്താ പെട്ടിയിലാക്കി കൊണ്ടുവന്ന് വയ്ക്കൂലേ. അത് വെറുതെ ചോദിപ്പിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാണ്ടെന്ന്. ഇനിയിപ്പോൾ രക്ഷയില്ല, എല്ലാവരും പരാതി പറയുന്നത്. കാണുന്നതിലൊക്കെ പരാതി തന്നെ കേട്ടോ, കമൻറ്റിലല്ല. അതിനെക്കൊണ്ട് ഏതായാലും വീഡിയോ എടുത്ത് കാണിച്ചു തരാമല്ലോ വിചാരിച്ച് കൊണ്ടുപോകുന്ന സാധനമൊക്കെ പെട്ടിന്ന് പുറത്തേക്ക് തന്നെ എടുത്ത് പഴയതൊക്കെ എടുത്തു പോയി ബാക്കി പുതിയ തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. ഇതാണ് മുന്നൂനെ കൊണ്ടുപോകുന്ന സാധനമാണ് കേട്ടോ. മുന്നൂന് ഒരു മാക്സി വാങ്ങിയതാണ്, ഓക്കുള്ളതാണ്. പിന്നെ ഓക്കുള്ളതേ കാര്യമായിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ വാങ്ങിയിട്ടുള്ളൂ. ഓളെ ഞാൻ ഇവിടെ വെച്ച് പോയി എനിക്കൊണ്ട് ഓക്ക് വരുമ്പോൾ നല്ലോണം വാങ്ങിക്കൊണ്ടു നിൽക്കുന്നത്. ഒരു പ്രാവശ്യം മുത്തുവിനെ അവിടെ വെച്ച് പോയിട്ട് ഓക്കാനൊരു കാപ്പവൻ്റെ മോതിരം കൊണ്ടു കൊടുത്തിരുന്നു. ഇപ്പോൾ മോതിരമൊന്നും വാങ്ങിയില്ല കേട്ടോ. ഇത് പിന്നെ എന്താ കോട്ട് ഡ്രസ്സിൻ്റെ പാൻറ്റാണ് കേട്ടോ. ഡ്രസ്സിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തി വായിച്ചോളണ്ടേ. പിന്നെ അതിൻ്റെ ടോപ്പാണ് കേട്ടോ അത്. പിന്നെ ഇതിൽ നല്ലൊരു ചില്ലറ സാധനങ്ങളൊക്കെ മാറ്റിപ്പോയി ഉണ്ടാവും കേട്ടോ. കുറേ അതിലെ കൊണ്ടുവച്ചിട്ട് മാസം പൊന്നാനായി ഞാൻ വന്നിട്ട് ഇന്ന് വരെ പെട്ടിയിലത്തെ സാധനം എടുത്ത് പുറത്ത് വെച്ചില്ല. പിന്നെ അതുകൊണ്ട് ഒരു പാൻറ്റും ഒരു ടോപ്പും വാങ്ങിക്കിട്ടോ. ഇതൊക്കെ നല്ല തുണിയാണ്, പ്രത്യേക തരം തുണിയാണ് കേട്ടോ. അതിനൊരു ടീഷർട്ട് പോലത്തെ ഒരു ടോപ്പാണ്. അധികം ഇറക്കമൊന്നുമില്ല, പുരയെന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനം കേട്ടോ. പിന്നെ എപ്പോഴത്തെ മക്കളൊക്കെ ഇവിടെ പോകുമ്പോൾ തീറ്റാലൊക്കെ ആണല്ലോ ഇടയിൽ. ഒരു വലിയ തുണിയാണ് കേട്ടോ അത്. അതുപോലെ ഇത് തെക്കുന്ന ഒരു എന്താ പറയേണ്ടത്, ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ടോപ്പാണ് ഇത്. ഇതിലൊന്നും ക്ലിയർ ഇല്ലായിട്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, തിളക്കമൊക്കെ ഉണ്ട്. അങ്ങ് വീഡിയോയിൽ കാണാനായിട്ട് എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോ എന്ന് ഓർമ്മയില്ല. എന്തായാലും ഫുൾ കൈയൊക്കെ ഉള്ള, കൈക്ക് ബട്ടൺസൊക്കെ ഉള്ള ഒരു അടിപൊളി ടോപ്പാണ്. അത്യാവശ്യം ഇറക്കും കേട്ടോ, കുറേ ഇറക്കമൊന്നുമില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ മക്കളൊക്കെ ഇടുന്നതായിട്ട് ആ മോഡൽ തന്നെയാണ്. പിന്നെ ഇതൊക്കെ വലിയൊരു ഇറക്കമുള്ള ടോപ്പാണ് കേട്ടോ അത്. ഇതെന്താ വയറൊക്കെ ഉള്ളവർക്ക് വയറൊന്നും തോന്നിക്കില്ല. ഞെറിയൊക്കെ ഉള്ള ലൂസുള്ള ടോപ്പാണ്. പിന്നെ സൈഡ് ഓപ്പണും ഉണ്ട് കേട്ടോ. കണ്ടാൽ ഓപ്പൺ ഇല്ലാത്ത ടോപ്പാണെന്ന് തോന്നും. ഇതിന് തുണി എന്താ കോട്ടനും അല്ല, നല്ലൊരു തുണിയാണ് കേട്ടോ. ഇതിന് തിളക്കവും മളക്കമൊക്കെ ഉണ്ടാവും, ഇതിൽ കാണാനായിട്ടാണ്. ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ മുന്നോട് ഞാൻ പറഞ്ഞു, മുന്നോന്ന് ഇട്ടൊക്കെ കാണട്ടെ, എനിക്ക് പാകമാണോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഡീച്ച് നോക്കി. ഓടിട്ട് അതേപടി അവിടെ ഊരിയാട്ടിച്ചാട്ടോ. പാകം മറിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആ പാകം മറിച്ചെടുക്കുകയാണ്. ഇതൊക്കെ കൊണ്ടുവന്ന് അതുകൊണ്ടത്തെ ടോപ്പാണ് കേട്ടോ. ബട്ടൺസ് ഉണ്ട് താഴം വരെ. പിന്നെ ഓപ്പൺ ഇല്ല, ബാക്കിൽ എലാസ്റ്റിക് ഉണ്ട്, മുൻപോട്ട് പിടിച്ച് കെട്ടാനുള്ള കയറും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൈയൊക്കെ നല്ലൊരു എലാസ്റ്റിക്കുള്ള നല്ലൊരു മോഡൽ കൈയാണ്. നല്ല രസം കേട്ടോ. അതൊക്കെ കാണാൻ എനിക്ക് രസമുണ്ടെന്ന് പറയാനല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഏതാണ് ഇഷ്ടപ്പെട്ടേ ചെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കുറേ ഡ്രസ്സ് ഇങ്ങനെ കാണിച്ചില്ല, അതിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെന്ന് അഭിപ്രായം പറഞ്ഞേക്കാണെങ്കിൽ
നല്ലതാണ്. എനിക്ക് മനസ്സിലാക്കാമല്ലോ എൻ്റെ കണ്ണുങ്ങളെ കണ്ണൊക്കെ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അതുകൊണ്ട് പാൻറ് ഉണ്ട്, അതിനൊരു ടോപ്പും ഉണ്ട് കേട്ടോ. അതൊക്കെ പുരേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഒരു ടീഷർട്ടും ഒരു പാൻറ്റാണ്. ആ പാൻറ് ഒരു പുള്ളിയുള്ള പാൻറ്റാണ്. പിന്നെ ടീഷർട്ടും മേലും ഉണ്ട് അതിൻ്റെ പുള്ളിയുള്ള കഷ്ണം കഴുത്തിന് വെച്ചിട്ട് സെറ്റായിട്ടുള്ളതാണ്. ഇത് ഞാൻ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്ന് രാവിലെ വീഡിയോ എടുത്ത് പിന്നെ വൈകുന്നേരമാണ് എഡിറ്റ് ചെയ്യുകയും വോയിസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അന്ന് അമ്മച്ചും മുന്നും നല്ല കഥയിലാണ് കേട്ടോ. അടുക്കളയിൽ നിന്നാണോ നോർമല, കൊലായിൽ നിന്നാണോ നോർമല, അതൊക്കെ ഇതിലിങ്ങനെ കേൾക്കുന്നുണ്ടോ വയറ്റിലൊക്കെ. ഇതങ്ങനെ മുന്നൂനെ കൊണ്ടുപോകാൻ ഷാളാണ് കേട്ടോ. ഒരു കറുപ്പുമേൽ നീല പുള്ളിയുള്ള ഷാളാണ്. പിന്നെ ഞാൻ വന്ന് 6-ാം തീയതിയാണ് കേട്ടോ. ഇന്ന് 23-ാം തീയതിയാണ്. ഇന്നാണ് ഇപ്പോൾ ഇതൊക്കെ ഒന്നെടുത്ത് ബസ്സാക്കി വെക്കുന്നത്. ഇത് അതുകൊണ്ട് ഒരു പാൻറ്റാണ് കേട്ടോ. മുന്നൂനെ കൊണ്ട് നല്ലൊരു പാൻറ്റാണ് കേട്ടോ. ഇത് ഇതിൻ്റെ തായ് ഭാഗത്ത് നിറയോ ഒരു ഓപ്പണൊക്കെ ഉള്ളതായിട്ടുള്ള അടിപൊളി പാൻറ്റാണ്. പെട്ടെന്നൊക്കെ എങ്ങോട്ടൊന്ന് പോകണമെങ്കിൽ ചുരിദാറൊക്കെ എടുക്കണമെങ്കിൽ പെട്ടിന്ന് മാന്തി എടുത്ത് പിന്നെ ആ ചുരുണ്ട് കൂടിയെല്ലാം കൂടി തേച്ചിട്ട് പോകുമ്പോഴൊക്കെ നേരം വൈകി പോകട്ടോ. ഇനിയിപ്പോൾ ഏതായാലും മടക്കിയൊക്കെയാണ് എടുത്തേക്കാണ് ശരിയാവില്ലല്ലോ, ചെന്നെല്ലാം കൂടി മാന്തി പുറത്തിട്ടതാണ്. ഇങ്ങനെ പഴയ ചുരിദാറുകളൊക്കെ അൾമാരിയൊക്കെ മടക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇതും അങ്ങനത്തെ ഒരു പാൻറ്റാണ് കേട്ടോ. ഇതും നല്ലൊരു പാൻറ്റാണ്. ഒക്കെ ടോപ്പിനൊക്കെ ഇടാമല്ലോ, നല്ല രസമല്ലേ. ഇതും മുന്നൂൻ്റെ ഷൂവാണ് കേട്ടോ. അതുപോലെ മോനും വാങ്ങിക്കുന്നു. മോനും ഒരു ഷൂ ഉണ്ടാവും, ഓൻ ചവിട്ടിയിരിക്കുന്നു. അതിനെ കൊണ്ടോ വീഡിയോയിൽ കാണിക്കാത്തത്. പിന്നെ അതുകൊണ്ട് എന്തൊക്കെയോ വാങ്ങിക്കുന്നു മക്കളെ, കുറേ പാർട്സുകളൊക്കെ വാങ്ങിക്കുക. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല കേട്ടോ. പിന്നെ അത് എന്താക്കുന്ന ബദാം ഉണ്ട്, പിന്നെ പിസ്ത ഉണ്ട്, പിന്നെ മറ്റേ സാധനത്തിൻ്റെ ഒക്കെ വരുന്ന വാൽനട്ടോ അങ്ങനത്തെ സാധനം ഉണ്ട്. പിന്നെ എന്താ ഉണക്കമുന്തിരി, അതൊക്കെ ഒക്കെ രക്തക്കുറവുണ്ട്. അതിനെക്കൊണ്ട് രാത്രി വെള്ളത്തിൽ പൊതിർത്തിച്ചിട്ട് രാവിലെ പുറമ്പാറ്റിലാണ് കുടിക്കുകയുണ്ടായിരുന്നു. ആദ്യം ഇവിടുന്ന് വാങ്ങി കൊടുക്കുകയുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ കൊണ്ടുവരിക കൊടുത്തുടങ്ങിയിട്ടൊക്കെ കൊടുക്കുകയുണ്ടായിരുന്നു. ഇപ്പം കുറേ ആയി കിട്ടാണ്ടായിട്ട് ഇപ്പം ഞാൻ വന്നപ്പം കൊണ്ടുവന്നതാണ്. വന്നതിന് ശേഷം കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കുടിക്കാമല്ലോ വിചാരിച്ച് വെച്ചതാണ്. അതൊന്നും പൊട്ടിച്ചില്ല കേട്ടോ. വാൽനട്ടും പിന്നെ ബദാമൊന്നും പൊട്ടിച്ചില്ല. അതുപോലെ ഈ ബാഗും ഒക്കെ കൊണ്ടുപോകുന്ന കേട്ടോ. ഉള്ളിൽ നല്ല സ്പേസ് ഉള്ള ബാഗാണ്, ഒരുപാട് സാധനം കൊള്ളും കേട്ടോ. ഇത് 2 ജാതിയിൽ നമുക്ക് തോന്നിട്ടോ. ഒന്ന് ഷോൾഡർ മേലും ഇടാൻ, അല്ലാണ്ട് പിന്നെ പുറത്തിട്ടുന്ന ബാഗില്ല, അതുകൊണ്ടും ആക്കിയിട കേട്ടോ. അതുകൊണ്ട് ഒരുപാട് സാധനവും കൊള്ളും. ഉള്ളിലൊരു ഷിബ് തുറന്നിട്ടാണെങ്കിൽ ചെറിയൊരു അറയുണ്ട്. പിന്നെ ഈ വലിയൊരു അറയേ ഉള്ളൂ കേട്ടോ. തോന അറകളൊന്നുമില്ല. പിന്നെ ചെറിയ 2 പോക്കറ്റും ഉണ്ട് ഉള്ളിൽ. ഇത് നല്ല ഒരു ഉപകാരമുള്ള ബാഗ് തന്നെയാണ് കേട്ടോ. ഒരുപാട് സാധനം ഇതിൽ കൊള്ളുന്നതിനെ കൊണ്ട് നോക്കാനുള്ള ഉപകാരത്തിൽ പെടും. ഇതിൻ്റെ കയ്യൊക്കെ ആണെങ്കിൽ ചെറുതാക്കുകയും വലുതാക്കുകയൊക്കെ ചെയ്യട്ടോ. ഇത് ഞാനിങ്ങനെ പുറത്തിട്ടപ്പോൾ തൂങ്ങിയെടുക്കുക നല്ലോണം ചെറുതാക്കിയിട്ടൊക്കെ പുറത്തിട്ടാൽ മതി. ഞാനിപ്പോൾ ഒരു ഐറ്റം വെയിറ്റൊക്കെ ഉള്ള മനുഷ്യനല്ലേ, എനിക്കൂടെ ഞാൻ പിന്നെ കൈ ചെറുതാക്കാനൊന്നും നിന്നില്ല. ഇത് ചെറുതാക്കിക്കുകയാണെങ്കിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇങ്ങനെ വേഗിട്ട് പോകുമ്പോൾ നല്ലൊരു സുഖമാണല്ലോ അല്ലേ. നമ്മളൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് തോന്നിപ്പോവും. മറ്റേ തോളിൽ വേഗമാണ്, എൻ്റെ തോളിൽ വേഗിട്ട് ഇങ്ങനെ ഊരി കളിക്കും കേട്ടോ. അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം. അതിങ്ങനെ ഷോൾഡർമ നൂരി വീണോ വാട്ട് ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കണം. അതിനേ നേരം ഉണ്ടാവും കേട്ടോ. ഷാള് നന്നാക്കാനും ഈ വേഗം ഇങ്ങനെ കയറ്റിയിട്ട് കൊടുക്കാനും. പിന്നെ ഇങ്ങനെ പുറത്തിടുന്നാകുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമാണ്. ആകെ ചിന്തിക്കേണ്ട. പിന്നെ ഇങ്ങനെ ഒരാൾ നമ്മളെ കോപ്പുറത്തുണ്ടെന്നും കൂടി തോന്നൂല. പിന്നെ ബസ്സിലൊക്കെ കയറിയിരിക്കുകയാണെങ്കിൽ പിന്നെ ടിക്കറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ ചില്ലറ പൈസ എടുത്ത് കയ്യിലും പിടിച്ചാൽ മതി. തോണ്ട് നൂരാനൊക്കെ ഒരു പണിയാണല്ലോ അല്ലേ. പിന്നെ ഇരുന്ന സീറ്റ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നിൽക്കുക വെക്കുകയാണെങ്കിൽ ഏതൊരു ബുദ്ധിമുട്ടായിരിക്കൂലേ. വേഗം കണ്ടില്ലേ നിങ്ങൾ, അടിപൊളിയല്ലേ, നല്ലൊരു ഇതാട്ടോ. ഇതിനകത്ത് തന്നെ ഒരു വേഗം ഇക്കുകൊണ്ട് കളർ ചേഞ്ച് ആണെന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെറിയോനും വാങ്ങി കിട്ടും ഒരു ബാഗ്. ഓന് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ, ഫോൺ ഇടാനും. അതുകൊണ്ട് ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുപോകാമല്ലോ. പിന്നെ ചെറിയ സാധനം ആയിക്കോട്ടെ, എന്നാലും സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. കുറേ അറകളൊക്കെ ഉണ്ട്. ഒരു പാൻറ്റും ഷർട്ടൊക്കെ ഇതിൽ കൊള്ളും. പിന്നെ ചോറ് കൊണ്ടുപോകണവർക്കാണെങ്കിൽ ചോറ് കൊണ്ടുപോകാം. അങ്ങനത്തെ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിട്ട് കൊണ്ടുപോകാൻ സുഖമാണ്. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ പാസ്പോർട്ടിന് അങ്ങനത്തെ സാധനമൊക്കെ ഇടാനുണ്ടാവില്ലേ, പേപ്പറുകൾ കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇടാനൊക്കെ സുഖമാണ്. അധികം വലിപ്പവും ഇല്ല, കൊണ്ടെടുക്കാനും സുഖമാണ്. ഇതും ഞാൻ പറഞ്ഞോണ്ട് തന്നെ കേട്ടോ. മറ്റേ ബാഗിനെ പറ്റി പറഞ്ഞോണാണ്. ഇത് നമ്മൾ കഴുത്തിലാട്ടിക്കെങ്കിൽ ഇങ്ങനെ ഒരാൾ നമ്മളൊപ്പം ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്കെന്ത് ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ തുറക്കുക, എടുക്കുക. ഇതൊക്കെ യാത്രയിലൊക്കെ നല്ല ഉപകാരമുള്ള സാധനങ്ങളാണ് കേട്ടോ. എന്തായാലും ഇങ്ങനത്തെ കാണുമെങ്കിൽ പോലും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയുള്ളൂ, അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഇതൊക്കെ പുരയെന്ന് റൂമിൽ നിന്നൊക്കെ ചവിട്ടാൻ പറ്റിയൊരു ചെരുപ്പുണ്ട്, ഒരു കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. ഇതൊക്കെ പിന്നെ മോൻ്റെ പാൻറ്റാണ് കേട്ടോ. പാൻറ്റുണ്ട്, ടീഷർട്ടുകളുണ്ട്. ഇതൊക്കെ പിന്നെ പുരയെന്നും അടുത്തേക്കൊക്കെ പോകുമ്പോൾ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ പാൻറ്റാണ് കേട്ടോ. അതിൻ്റെ 3 പാൻറ്റുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒക്കെ ടീഷർട്ടും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു വാച്ച് വാങ്ങിക്കുന്നത് ഇത് ഇതാക്കുന്നുണ്ടോ. ഈ വാച്ചാണ് ഞാൻ വാങ്ങി. നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചിരുന്നുണ്ട് കേട്ടോ. ഇതും പിന്നെ അവൻ്റെ ടീഷർട്ടാണ് കേട്ടോ. അതുകൊണ്ടൊരു പാൻറ്റും കൂടി ഉണ്ട് എൻ്റെ ഉള്ളിൽ കാണാത്തത് കാണിച്ചു തരാൻ. 2 പാൻറ്റല്ലേ ഞാൻ കാണിച്ചു തന്നെയുള്ളൂ. 3ാമത്തെ പാൻറ്റ് ഇതാക്കുന്ന കേട്ടോ, ഇതാണ്. അതുകൊണ്ട് വേറെയും ടീഷർട്ടുകളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ടേ പുയ്യാപ്പിൾക്ക് കൊണ്ടുവന്ന് കുറഞ്ഞു പോയി എന്നങ്ങാൻ തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും?
ഇതും ഒരു ടീഷർട്ടാണ് കേട്ടോ. ഇതൊക്കെ നല്ലൊരു കളർ ടീഷർട്ടല്ലേ, അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ്. പിന്നെ അതുകൊണ്ട് ഇതൊക്കെ ഒരു ടീഷർട്ട് കേട്ടോ. ഇതും നല്ല കളറല്ലേ ടീഷർട്ട്. ഇതൊക്കെയാണ് പുയ്യാപ്പിൾക്ക് വാങ്ങിക്കൊടുത്തത് കേട്ടോ. പിന്നെ വലിയ മോക്കും പുയ്യാപ്പിൾക്കും മക്കൾക്കൊന്നും വാങ്ങിയതിൽ കാണിച്ചില്ല കേട്ടോ. യോഗ ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാ ഒന്നുകൂടി പോയി എട്ടുന്നിട്ട് കാണിച്ചിരുന്നുണ്ട് കേട്ടോ. ഇതിൽ തന്നെ ചെറിയൊക്കെ കൊണ്ടുവന്ന് കുറേ കാണാത്തതുണ്ട് കേട്ടോ. ഒരു ഇട്ട് പോയി ഉണ്ടാവും. അപ്പോൾ തിരിഞ്ഞു നോക്കി എടുത്തിട്ടുണ്ടോ വെച്ചിട്ട് ഇടാത്തതും എടുക്കാത്തതും കാണിച്ചു തരികയാണ്. അങ്ങനെ മക്കളെ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ മുന്നൂൻ്റെ പുയ്യാപ്പിൾക്കും കൊണ്ടുവന്ന സാധനങ്ങൾ. ഇങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാണ്ടേ. പിന്നെ അതിൽ പിസ്തയൊക്കെ ഉണ്ടായിട്ടോ ഒക്കെ തിന്നിക്കുന്നു. പിന്നെ ബാക്കിയുള്ള സാധനം പൊട്ടിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ ഒക്കെ ജ്യൂസ് അടിച്ച് കുടിക്കെങ്ങാനും ചെയ്യാൻ. ഇനി ഒരു ഒഴിവ് നോക്കിയിട്ട് ഇതൊക്കെ പുറത്തെടുത്തിട്ട് മടക്കിയൊക്കെ എങ്ങാനും ചെയ്യുക. ഓരോരോ ഒഴിവിന് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ എല്ലാം കൂടി മേൽക്കുമേൽ ചെയ്യാനാവില്ലല്ലോ. ഇന്നലെ ഞാൻ പോർച്ച് തേച്ച് കഴിഞ്ഞാൽ മക്കളെ വലത്തേ കൈ അനക്കിക്കൂടെ അത്രയ്ക്കും ചളി കെട്ടി കിടന്നിരുന്നു. പുരൻ്റെ അടുത്തേക്ക് വരുന്ന റോഡ് മണ്ണിട്ട റോഡാണ്, കട്ട റോഡ് എന്ന് അറിയില്ല, ലൈറ്റാ റോഡാണ്. ആ റോഡുമെന്ന് വണ്ടി വന്നിട്ടാണെങ്കിലും നടന്ന് പോന്നിട്ടാണെങ്കിലും ഈ പോർച്ചിലേക്കല്ല നമ്മൾ കയറുക. എന്നാൽ വേഗം ചളിയാകുമല്ലോ. അല്ലെ പിന്നെ ധാര ചെയ്ത റോഡയക്കണം. ധാര ചെയ്തില്ല, അതും കാലത്ത് ധാര ചെയ്ത് കിട്ടിയയക്കും. കുറച്ച് അങ്ങോട്ടേ കേട്ടോ ധാര ചെയ്യാത്ത സ്ഥലമുള്ളത്. അങ്ങനെ ആ തേച്ച് കൈയിൻ്റെ ഉപ്പാടൊക്കെ ഇളകിപ്പോയി. ഇന്ന് അതിൻ്റെ വേദനയാണ്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ വേദനകളൊന്നും ഇല്ലാത്ത പണിയെടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇപ്പം പണിക്ക് നിന്ന് കേട്ടോ. അതും അല്ലേ എങ്ങോട്ടൊന്ന് ഇപ്പോൾ ആന ഇറങ്ങുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഈ പെട്ടിൻ്റെ ഉള്ളിലാണ് ഉണ്ടാകുക. അത് മാന്തി വരച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ചുരുണ്ടിങ്ങാൻ ഇതുവായി കിടക്കുന്നുണ്ട്. പിന്നെ ഇസ്തിരിപ്പെട്ടി എടുക്കാൻ പോകണം. എല്ലാം കൂടി പണിയാണ്. എല്ലാം വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നലെ ഏതായാലും അൾമാറി ഒഴിച്ച് വെച്ചിരിക്കുന്നതല്ലേ, ഇതൊക്കെ ഒന്ന് എടുത്ത് ഇങ്ങനെ അൾമാറിയൊക്കെ മടക്കി വെക്കട്ടെ. ഇങ്ങനെ എൻ്റെ സാധനമൊക്കെ എടുത്തിങ്ങനെ ഞാൻ പുറത്തെടുത്തിരിക്കുന്നത്. പഴയതൊക്കെ എടുത്ത് ഞാൻ മടക്കി വെച്ചിരിക്കുന്നത്. ഇനി പുതിയ സാധനമൊക്കെ കാട്ടിത്തരമെല്ലാം ചോദിച്ചിട്ട് മടക്കി വെച്ചില്ല. അതിങ്ങനെ കാണിച്ചു തന്നിട്ട് വേണം പിന്നെ മടക്കി വെക്കാൻ. അതായത് മുന്നൂൻ്റെ ഞാൻ ഇങ്ങനെ എന്നെ പെട്ടിയിലവിടെ വെക്കട്ടെ. എൻ്റെ ഒക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് കട്ടിലും റൂമൊക്കെ ഒന്ന് വയ്ക്കട്ടെ. ഇന്നാണെങ്കിൽ പിന്നെ നമുക്ക് വിരുന്നാരും ഉണ്ട് കേട്ടോ. മോളും മക്കളും പുയ്യാപ്പിളയൊക്കെ വരുന്നുണ്ട്. അതായത് മുത്തും മോനും മക്കളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നാളെയും മറ്റന്നാളൊന്നും സ്കൂളില്ലല്ലോ. പിന്നെ ആണെങ്കിൽ ഞങ്ങളെ പെങ്ങളെ മോനും ഓളും കുഞ്ഞനും വരുന്നുണ്ട് കേട്ടോ. എന്നാൽ പോലെ എല്ലാവരോടും വരുന്നുണ്ട്. അപ്പോൾ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണ്ടേ. അത് വിചാരിച്ചിട്ടാണ് എല്ലാം കൂടി തട്ടി വെച്ച് എടുത്തേക്കുന്നത്. എൻ്റെ റൂം ഞാനായിട്ട് നന്നാക്കുകയാണ്. ഇനി മുത്തു വന്നിട്ട് മോളത്തെ റൂം നന്നാക്കാണ്ട്, താഴെ ഓളെ പെട്ടി കൊണ്ടിട്ടെ അതൊക്കെ നന്നാക്കാനുണ്ട്. എനിക്ക് വാങ്ങിയ സാധനമാണ് കേട്ടോ അത്. ഇതിൻ്റെ മാക്സിയാണ്. ഇതൊക്കെ നിങ്ങൾ ഇത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടാവില്ലേ. ഞാൻ പെട്ടി കെട്ടുമ്പോഴോ വാങ്ങി കൊണ്ടുപോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാലും മടിയിൽ ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാട്ടിത്തരാമല്ലോ. പിന്നെ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ മുന്നിന് വാങ്ങിയിട്ടാണ് ഞാനും വാങ്ങിക്കുന്നത്. ഇത് നമ്മളെ ഫാമിലിയിലൊരാൾ ഞാൻ വീഡിയോ ഇട്ടാന്നപ്പം തന്നെ വീഡിയോ ഒക്കെ കണ്ടതിന് കമൻറ്റ് ചെയ്യലുണ്ട്. ഒന്നും എഴുതിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിഹ്നം തന്നെ ഇട്ട് പോരുന്നുണ്ട് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ അന്നപ്പം കാണാൻ കൂടിയില്ലെങ്കിൽ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്നായിട്ട് കണ്ടിട്ട് കമൻറ്റ് ചെയ്യും. അവർക്ക് കൊടുക്കാൻ വിചാരിച്ചാൽ കേട്ടോ. ഇൻഷാ അല്ലാഹ് കൊടുക്കണം. പിന്നെ ഈ ഒരു മാക്സി കാക്കൻ്റെ അമ്മച്ചി വാങ്ങിയ കേട്ടോ. അതുകൊണ്ട് വേറെ ഒന്നും വാങ്ങിക്കും മുത്തു വാങ്ങിയതാണ്. പിന്നെ എൻ്റെ അമ്മച്ചിക്ക് വാങ്ങിയിട്ടൊരു മാക്സി ഇറ്റാ തന്നെ ഒന്നേ വാങ്ങി. പിന്നെ എനിക്ക് തോന്നിയാൽ ഞാൻ എടുക്കട്ടെ, അമ്മച്ചിക്ക് വേറെ ഒന്ന് കൊടുക്കാം. അങ്ങനെ എനിക്ക് വാങ്ങിയ മാക്സിൻ്റെ അമ്മച്ചിക്ക് കൊടുത്ത് എനിക്കും ഇപ്പം അമ്മച്ചിക്ക് ഒരുപോലത്തെ എടുത്തിട്ടോ. മക്കളും ഇപ്പം അമ്മച്ചിന്നാണ് വിളിക്കൽ. കാക്കൻ്റെ അമ്മച്ചീനെ അതാട്ടോ ഇപ്പം അമ്മച്ചി എന്ന് പറഞ്ഞാൽ. പിന്നെ അത് ഒരു പലാസ പാൻറ്റാട്ടോ. ഇങ്ങനെ ഒരു പാൻറ് ഉണ്ടെങ്കിൽ നമുക്ക് 200 റുപ്യ കൊടുത്താൽ നൈറ്റി തുണി കിട്ടില്ല. ചിലപ്പോൾ അതിൻ്റെ കുറഞ്ഞ വിലയും ഉണ്ടാവും. ആ നൈറ്റി തുണി കൊണ്ട് നമുക്ക് ചുരിദാർ ടോപ്പ് അടിച്ചിരിക്കുകയാണെങ്കിൽ ഈ പാൻറ്റും ടോപ്പും ഇട്ട് നമുക്ക് അത്യാവശ്യം പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒക്കെ ഇടാം. അധികം ദൂരത്തേക്കൊന്നും പറ്റില്ല എന്നല്ലാണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനത്തെ പാൻറ്റൊക്കെ വാങ്ങി. പിന്നെ ആണെങ്കിൽ പോരേന്നും ഇടാം കേട്ടോ. ഇവിടെ നിന്നാണെങ്കിൽ ആ പലാസ പെന്നൊന്നും വാങ്ങാൻ കിട്ടൂല. ഇത്ര ലൂസൊന്നും ഉണ്ടാവില്ല പലാസ പെന്നിന്. പിന്നെ ഇതൊക്കെ പർദ്ദൻ്റെ അടി ഇടാൻ പറ്റിയ പെയിൻ്റാണ് കേട്ടോ. അതുകൊണ്ട് വാങ്ങി കേട്ടോ ഞാൻ ഈ പെയിൻറ്റുകളൊക്കെ. പിന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയ മാക്സിയൊക്കെ കുറേ ഞാൻ അവിടെ ഒഴിവാക്കി പോകുന്നതാണ്, കുറേ കേടുന്നീനും. പിന്നെ അവിടെ അങ്ങോട്ട് വരുമ്പം വാങ്ങിയ മാക്സി അല്ലേ, അതും അതിനത്രേ ഉള്ളൂ. മാക്സിയൊക്കെ എത്ര ഉണ്ടോ നമുക്ക് തികയില്ലല്ലോ. പിന്നെ ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് കുറേ മാക്സി 3 മാക്സി ഇവിടുന്നാട്ട് കൊണ്ടുപോയിന് കേട്ടോ. 3 അല്ല, ആദ്യം 2 എണ്ണു പിന്നെ കൊണ്ടുപോയിനു ഒരു 3 എണ്ണു. അങ്ങനെ 5 മാക്സി ഇവിടുന്നാട്ട് കൊണ്ടുപോയി. ഞാൻ അങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത്. 5 മാക്സി ഞാൻ പോയപ്പം കൊണ്ടുപോയതല്ല കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തയച്ചതിന് മാക്സി. അവിടുത്തെ മാക്സി ഒന്നും കയ്യൊന്നും ഉണ്ടാകില്ല. പിന്നെ അടിക്കാനൊക്കെ സ്വീപ്പാകുമല്ലോ. പിന്നെയാണ് നെസ്റ്റോക്കാർ പറയുന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് മാക്സി വാങ്ങിക്കണം, ഞങ്ങൾ ഇവിടുന്ന് അടിച്ചു തരുന്നുണ്ട്, നിങ്ങൾ ഇതിനകത്ത് ബുദ്ധിമുട്ടാണ് ഒക്കെ. ലാസ്റ്റ് ആയപ്പോഴാണ് ഇങ്ങോട്ട് പോരാനൊക്കെ ഒരുങ്ങിയപ്പോഴാണ് ഞങ്ങളെ വിവരം അറിയുന്നത്. അങ്ങനെ ആകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ തന്നെ വാങ്ങി അടുപ്പിച്ചാൽ മതിയേനു. നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി അടിക്കാനോ കൊടുക്കണമല്ലോ. ഇവിടുന്ന് അടിച്ച് കൊണ്ടുപോകുമ്പോൾ പാകത്തിനായി കിട്ടുകയും ചെയ്യും. ഇത് കണ്ടോ, ഈ ബെഡ്ഷീറ്റ് അടിപൊളിയല്ലേ? ബെഡ്ഷീറ്റ് അല്ല കേട്ടോ, ഇത് കവറാണ്, ബെഡിൻ്റെ കവറാണ്.
ഇത് ബെഡ്ഷീറ്റാന്ന് വിചാരിച്ചാൽ ഞാൻ ആദ്യം എടുത്തീന്. പിന്നെ എനിക്ക് മനസ്സിലായത് കവറാണ്. പിന്നെ ഇവിടെ ചെറിയൊരു ബെഡ് ഇട്ടു മക്കൾ കിടക്കുന്ന ആ ബെഡിന് ഇടാമല്ലോ വിചാരിച്ച് എടുത്തതാണ്. അതല്ലെങ്കിൽ ഇതിൻ്റെ ഷിബ് കഴിക്കുകയും തുന്നി കഴിക്കുകയൊക്കെ ചെയ്തിട്ടാണെങ്കിൽ ബെഡ്ഷീറ്റ് ഉണ്ടാക്കി ഉപയോഗിക്കാമല്ലോ. നല്ലൊരു ഭംഗിയായിട്ട് എടുത്താട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ കൈക്കൽ തുണി എന്നറിയില്ലേ അടുക്കളയിൽ ഉപയോഗിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം കേട്ടോ. നമുക്ക് ചൂടുള്ള അടുപ്പത്തിൽ നിന്നൊക്കെ ഇറക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അതുകൊണ്ട് 2-3 സ്പോഞ്ചൊന്നും അധികം ആടുന്ന് വാങ്ങിയില്ല കേട്ടോ. ഇവിടെ തന്നെ ഉണ്ട് നല്ല സ്പോഞ്ചൊക്കെ കിട്ടാൻ. പിന്നെ ഇതാണ് കേട്ടോ മുത്ത് ഉപ്പമ്മച്ചിക്ക് വാങ്ങിയ നൈറ്റി. ഇതൊക്കെ ഉപ്പമ്മച്ചിക്ക് പാകാക്കി കൊടുക്കണം, അടിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വെച്ച് പോയത്. അതുകൊണ്ട് ചെരുപ്പ് ഞാൻ വാങ്ങിയതാണ് ഉമ്മച്ചിക്കാണ്. പിന്നെ ഈ നൈറ്റിയാണ് കേട്ടോ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മച്ചിക്ക് വാങ്ങിയതായി. ഞാൻ ഉപ്പമ്മച്ചിക്കും എൻ്റെ അമ്മച്ചിക്കും ഒരു വണ്ടത്തെ വാങ്ങിയത്. പക്ഷേ പിന്നെ എനിക്ക് തോന്നി എനിക്ക് കറുപ്പുമ്മ പുള്ളി മാക്സി ഉണ്ട്, എനിക്ക് വാങ്ങിയ അമ്മച്ചിക്ക് കൊടുത്ത്. ഇത് ഞാൻ തന്നെ എടുത്തതാണ്. പിന്നെ അത് ഗ്ലൗസാണ് കേട്ടോ. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ഗ്ലൗസില്ലോ ഗ്ലൗസ് ഇട്ടൂടെ ചോദിച്ചെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ഗ്ലൗസ് വാങ്ങിയിട്ടോ. ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ലാനും. പിന്നെ അവിടുന്ന് പോയി നേരിടാൻ വാങ്ങിയ പർദ്ദയാണ് കേട്ടോ. അത് നല്ലൊരു പർദ്ദയാണ്. പിന്നെ തീറ്റാ തന്നെ പർദ്ദയാണ് മുത്തും വാങ്ങിയത്. പിന്നെ ഞങ്ങൾ വാങ്ങിയിട്ടാൽ തന്നെ പർദ്ദ ഞങ്ങൾ പിന്നെ എൻ്റെ ഏട്ടത്തിൻ്റെ മോക്കും അനിയത്തിൻ്റെ മോക്കും ആങ്ങളുടെ ഒക്കെ കൊണ്ടുവന്ന് കിട്ടോ. 4 പർദ്ദ അധികം വാങ്ങിക്കൊണ്ടുവന്ന് നിൽക്കുന്നത്. അത് ഓല് പറഞ്ഞത് കേട്ടോ. അങ്ങ് പർദ്ദ വാങ്ങണം, പൈസ ഞങ്ങൾ തരും, അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന കേട്ടോ. അല്ലാണ്ട് ഞങ്ങൾ വാങ്ങിക്കൊടുത്തൊന്നുമല്ല. നമ്മൾ അങ്ങനെ ഒരാൾക്കായിട്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വാങ്ങുമ്പോൾ കുറേ ആൾക്കാരല്ലേ. അല്ലെങ്കിലും പർദ്ദയൊക്കെ നല്ല വിലയല്ലേ. പിന്നെ പെണ്ണുങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റേതായ രീതിയിൽ വാങ്ങിയല്ലോ. ആണുങ്ങൾ വാങ്ങുമ്പോൾ അത്ര ഇങ്ങോട്ട് കിട്ടൂലല്ലോ. അതുപോലെ ആണുങ്ങൾ ഗൾഫിലാണ്, നമ്മൾ ഏൽപ്പിച്ചതാണ് വാങ്ങാൻ. എങ്ങനെ ഞങ്ങൾ കൊണ്ടു കൊടുക്കുകയും ചെയ്ത് നമ്മൾ പൈസയും തന്നിട്ടോ. പിന്നെ ഈ ടോപ്പ് വാങ്ങിയതാണ്, അവിടെ തന്നെ വാങ്ങിയ കേട്ടോ ടോപ്പ് ഞാൻ. അതുകൊണ്ട് ഈ ഷോൾ ഉപ്പമ്മച്ചി വാങ്ങിയ കേട്ടോ, അത് ഇവിടുന്ന് വാങ്ങിയതാണ്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ. 3 ബാഗ് വാങ്ങിക്കിട്ടോ ഞാൻ. ഇതൊക്കെ ഇനി മടക്കി അൾമാറയിൽ വെക്കുകയും എടുത്തേക്കുകയും ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ബേജാറാക്കുക. കൊണ്ടുവന്ന് അന്ന് മുതൽക്ക് ഇങ്ങനെ പെട്ടിയിട്ട് കൊണ്ടെടുക്കുന്നത്. ഇനിയെങ്കിലും മടക്കി വെച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ. ഇങ്ങനെ അൾമാരയൊക്കെ നല്ലോണം ഒഴിച്ച് പയതൊക്കെ അതിൽ മടക്കി വെച്ച് കിട്ടും. ഇതൊക്കെ അതിലൊക്കെ മടക്കി വെക്കാനുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ വാങ്ങിയ ബാഗ് കിട്ടോ. ഇത് നല്ലൊരു ഉപകാരമുള്ള ബാഗാണ് കേട്ടോ. കുറേ അറകളൊക്കെ ഉണ്ട്. ചെറിയൊരു ബാഗുമാണ്, നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയണ്ടേ, കുറേ ഷിപ്പും കാര്യമൊക്കെ ഉള്ളതും കൊണ്ട് കുറേ സാധനങ്ങൾ കൊള്ളും. ഇത് ഞാൻ മുന്നോൻ്റെ ബാഗിനെ കൊണ്ട് പറഞ്ഞോളാം കേട്ടോ. ഇത് ഒറ്റ ഷിപ്പേ ഉള്ളൂ. ഇതിലും കുറേ സാധനം കൊള്ളും. കുറേ അറകളൊന്നുമില്ല, ചെറിയൊരു ഷിപ്പ് അറയും ഉള്ളിലുണ്ട്. പിന്നെ ഇത് കോപ്പുറത്തിടുന്ന ബാഗാട്ടോ. ഇതിനെക്കൊണ്ട് നല്ല ഉപകാരം, കുറേ സാധനവും കൊള്ളും. ഇത് ഞാൻ പറഞ്ഞോണം കൈ പിടിച്ച് കൊണ്ടടിക്കുകയും വേണ്ട. ഇത് നമ്മളെപ്പോൾ 2 കൂട്ടുമൊന്നുമില്ല കോപ്പുറത്തിട്ടേക്കാണെങ്കിൽ. അങ്ങനെ നമ്മൾ അൾമാരൊക്കെ നന്നാക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഇങ്ങനെ ബാഗും അതിലൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ ഇൻ്റെതൊക്കെ പണി കഴിഞ്ഞിട്ടോ. എൻ്റെ അൾമാറി വൃത്തിയാക്കലും മടക്കിയേക്കലും കഴിഞ്ഞ്. ഇനി മുന്നുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മടക്കി ഇങ്ങനെ അൾമാറിയിൽ വെക്കാനുണ്ട്. അത് പെട്ടി തന്നെ ഇട്ട് വെച്ചാട്ടോ ഞാൻ. അങ്ങനെ എൻ്റെ പണിത്തിരക്കിൽ മീൻകാരനും വന്ന് കിട്ടും. അങ്ങനെ ഓടിപ്പോയി മീനൊക്കെ വാങ്ങിയാൽ. ഇത് മീൻ എണ്ണിയിടുമ്പോൾ വാപ്പിച്ച് പറയുക 10 ഉറുപ്പ്യാട്ടോ ഒന്നിന്. 10 ഉറുപ്പ്യക്ക് ഒന്നും കിട്ടൂല കേട്ടോ. 11 ഉറുപ്പ്യക്ക് ഒന്നാള്. 100 ഉറുപ്പ്യക്ക് വാങ്ങിയിട്ട് 9 അയിലാള്. ഇങ്ങനെ പള്ളയെ കളിയിൽ ചായയൊക്കെ കുടിക്കുക കേട്ടോ. ഉമ്മച്ചിയുണ്ട്. രാവിലത്തെ പിട്ടിൻ്റെ പൊടി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ഉമ്മച്ചി ചുട്ടെടുത്ത് ഞാനും പലഹാരവും ചായയും കുടിക്കുക കേട്ടോ. ഈ വീഡിയോക്ക് വോയിസ് കൊടുക്കുമ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. വിരുന്നുകാരൊക്കെ വന്നൊക്കെ വിരുന്നുകാരുടെ വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മുത്തും മക്കളൊക്കെ പോലും ഉണ്ട്. ഇതൊക്കെ ഉണ്ട് നമ്മളെ വിശേഷങ്ങൾ. സിനുവിനെ വട്ടോളി പറഞ്ഞേച്ച് അതിന് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വിരുന്നുകാരൊക്കെ ഉള്ളതല്ലേ. കുറച്ച് സാധനമൊക്കെ ഇപ്പം വാങ്ങിച്ചാട്ടോ. ബാക്കിയൊക്കെ നമ്മളെ വലിയ മോൻ വന്നിട്ട് ഓനെക്കൊണ്ട് വാങ്ങിപ്പിക്കണം. ഇത് നമ്മുടെ അനിയൻ്റെ മോനാണ്, വലിയ മോനാണ് കേട്ടോ. അവിടെ 3 മക്കളാണ്, 2 മോനും 1 മോളും. ഇൻഷാ അല്ലാഹ് മറ്റേ വീഡിയോ ഒക്കെ നാളെ വരട്ടോ.